എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാ ഫലങ്ങൾ ഇന്നലെ മുതൽ സർവകലാശാല പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പിന്നെയും ചോദിക്കുന്ന ഒരു സംശയമാണ്, റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണി ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാമോ? റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? റീവാലുവേഷനിൽ മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടുമോ? എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്നലെ BSc ആൻഡ് BCA റിസൾട്ടുകളാണ് സർവകലാശാല യൂണിവേഴ്സിറ്റി അനൗൺസ്മെൻറ്റ് ചെയ്തത്. ബാക്കിയുള്ള റിസൾട്ടുകൾ ഇന്ന് വൈകുന്നേരത്തോടെയൊക്കെ കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടുകൾ ഇന്നലെ മുതൽ യൂണിവേഴ്സിറ്റി പുറത്തുവിടാൻ തുടങ്ങിക്കഴിഞ്ഞു. BCA ആൻഡ് BSc റിസൾട്ടുകളാണ് ഇന്നലെ സർവകലാശാല യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടത്. ബാക്കിയുള്ള റിസൾട്ടുകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധിക്കും. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണിക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് നോക്കാം. എത്രാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്? നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണിക്ക് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അത് BSc ആൻഡ് BCAയുടെ കോഴ്സുകളുടെ റിസൾട്ട് ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റീവാലുവേഷന് ഇന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണിക്കുള്ള അപേക്ഷ കൊടുക്കാനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗൂഗിളിലോ ക്രോമിലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻറ്റർ നിങ്ങൾക്ക് തുറന്നു വരുന്ന പേജിൽ ലഭ്യമാണ്. ആ പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിലേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. ആ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് ഒരുപാട് രജിസ്ട്രേഷൻ വിൻഡോസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ പേജ് കാണാൻ സാധിക്കും. അഥവാ നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ്റെ പേജ് കാണുന്നില്ല എങ്കിൽ അതിൻ്റെ മേളിൽ ഒരുപാട് ഓപ്ഷൻസ് കാണും. അവിടെ നിങ്ങൾ ഫിൽറ്ററിന് ഓപ്ഷൻ അവിടെ ഇല്ല, പക്ഷേ റീവാലുവേഷൻ എന്നൊരു ഓപ്ഷൻ്റെ മേളിൽ കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീവാലുവേഷനുമായി ബന്ധപ്പെട്ടുള്ള മാത്രം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഫിൽറ്റർ പോലെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ CUCSS സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം BC ആൻഡ് BSc റിസൾട്ട്സ് എന്ന ലിങ്ക് ലഭ്യമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഓപ്ഷൻ വരും. രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക. വീണ്ടും തുറന്ന് ചെല്ലുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് റീവാലുവേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീവാലുവേഷനും ഫോട്ടോ കോപ്പിക്കും സ്കൂട്ടണിക്കുമുള്ള ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയം തന്നെയാണ്, റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണി എന്നിവ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്താണ് ഈ റീവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്കൂട്ടണി കൊണ്ട് അർത്ഥമാക്കുന്നത്? വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ, എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയുന്നതാണ്, റീവാലുവേഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാനിത് യൂണിവേഴ്സിറ്റിയിലേക്ക് ലഭിക്കുന്ന ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടണിയുടെയും അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ റീവാലുവേഷനാണ് ഏറ്റവും ഉചിതമായ മാർഗം. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം റീവാലുവേഷൻ ആണോ, ഫോട്ടോ കോപ്പിയാണോ, സ്ക്രൂട്ടണിയാണോ കൊടുക്കേണ്ടതെന്ന്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും റീവാലുവേഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫോട്ടോ കോപ്പിനെയും സ്ക്രൂട്ടണിനെയും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത്, റീവാലുവേഷന് നിങ്ങൾ 780 രൂപയോളം നിങ്ങൾ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ 780 രൂപ നിങ്ങൾ കൊടുത്ത് റീവാലുവേഷന് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും പുനർമൂല്യനിർണ്ണയം നടത്തും. ആദ്യം നോക്കിയ അധ്യാപകനല്ല, വേറൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തുന്നതായിരിക്കും. വേറൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ പുനർമൂല്യനിർണ്ണയം നടത്തും. എന്നാൽ ഫോട്ടോ കോപ്പിക്കും സ്ക്രൂട്ടണിക്കുമുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഫോട്ടോ കോപ്പിയുടെ കാര്യം നോക്കാം. ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ ഏതാണ്ട് നിങ്ങൾ 300 രൂപയ്ക്ക് അടുത്ത്
ഏതാണ്ട് 250 ടു 300 രൂപയോളം നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. 250 ടു 300. ആ 250 ടു 300 അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഈ ഫോട്ടോ കോപ്പി എന്ന നിങ്ങളുടെ പേപ്പറിൻ്റെ കോപ്പി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ എത്ര രൂപ ചിലവായി? 250 300 നിങ്ങൾക്കൊരു ചിലവായി. അതിൽ കുറയുകയില്ല, അതിൽ കൂടുകയില്ല. ഏതാണ്ട് 250 ടു 300 ഫോട്ടോ കോപ്പിക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ തുക കൊടുത്തു കഴിഞ്ഞ് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തു. ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫോട്ടോ കോപ്പി ലഭിക്കും. ഈ ഫോട്ടോ കോപ്പി നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ ആ പേപ്പർ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴും നിങ്ങളുടെ അധ്യാപകർ നോക്കിക്കഴിയുമ്പോഴും മാർക്ക് കൂടുകയാണെങ്കിൽ ആ പേപ്പർ നിങ്ങളുടെ റിസൾട്ടിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം? ആ പേപ്പർ ഇനിയും വാല്യുവേഷൻ നടത്തണം. അതായത് ഇപ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ 35 മാർക്കൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഒരു 25 മാർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് കൊടുത്തു. ഫോട്ടോ കോപ്പി കിട്ടിക്കുമ്പോൾ നിങ്ങൾ കൂട്ടി നോക്കുമ്പോഴും നിങ്ങളുടെ അധ്യാപകൻ കൂട്ടി നോക്കുമ്പോഴും നിങ്ങൾക്ക് 35 ലഭിക്കുന്നുണ്ട്. എന്നാൽ റിസൾട്ട് വന്നപ്പോൾ 25 മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ കൂടിയ 10 മാർക്ക് 35 നിങ്ങളുടെ റിസൾട്ടിൽ അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആ പേപ്പർ ആര് വാല്യുവേറ്റ് ചെയ്യണം? യൂണിവേഴ്സിറ്റി വാല്യുവേറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റി വാല്യുവേറ്റ് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം? 780 രൂപ റീവാല്യുവേഷൻ ഫീ ഇനിയും അടയ്ക്കണം. 780 റീവാല്യുവേഷൻ ഫീ ഇനിയും അടച്ചാൽ മാത്രമാണ് നിങ്ങളുടെ പേപ്പർ ഇനിയും യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 300 രൂപയോളം കൊടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഫോട്ടോ കോപ്പി വരുത്തിച്ചത്. ആ പണം എന്ത് ചെയ്തു? ഗോവിന്ദ ഇനി കിട്ടൂല. പോയത് പോയി. ആ പണം ഗോവിന്ദയാണ്, ഇനി തിരിച്ചു കിട്ടൂല. അതിന് പുറമെയാണ് നിങ്ങൾ 780 രൂപ കൊടുക്കേണ്ടത്. അതിന് പകരമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് റീവാല്യുവേഷൻ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 780 ഒതുങ്ങി കിട്ടിയാൽ 300 അധികം നിങ്ങളുടെ ഈ ചിലവാവില്ല. അതുപോലെ തന്നെയാണ് സ്ക്രൂട്ടണിയുടെ കാര്യവും. സ്ക്രൂട്ടണിക്ക് ഏതാണ്ട് 150 ടു 200 രൂപയ്ക്ക് ഇടയിലാണ് സ്ക്രൂട്ടണിക്ക് ചാർജ് ചെയ്യുന്നത്. ഈ സ്ക്രൂട്ടണിക്ക് ചാർജ് ചെയ്യുന്നത് 150 ടു 200 അപ്പോൾ സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കൊന്ന് കൂട്ടി നോക്കുക മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മാർക്ക് ഇപ്പം 5 ചോദ്യമാണ് 2 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ആണ്. 10 മാർക്കിൻ്റെ ചോദ്യം 2 മാർക്കിൻ്റെ 5 ചോദ്യമാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്കിപ്പോൾ 10 മാർക്കുണ്ട്, പക്ഷേ നിങ്ങൾക്ക് 8 മാർക്കാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ മാർക്ക് കൂട്ടി നോക്കും. 2, 4, 6, 8, 10 2, 4, 6, 8, 10 അങ്ങനെ കൂട്ടി നോക്കുക മാത്രമാണ് സ്ക്രൂട്ടണിയിൽ ചെയ്യുക. ഒരു തവണയെ കൂട്ടി നോക്കുകയുള്ളൂ താനും. ഇനിയിപ്പോൾ റീവാല്യുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ്. റീവാല്യുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളത്. റീവാല്യുവേഷൻ ഇസ് എ ബെറ്റർ ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് റീവാല്യുവേഷൻ കൊടുക്കുന്നത് സാധാരണ 2 തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഒന്ന്, 1-2 മാർക്കിന് തോറ്റുപോയ വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഇപ്പോൾ ജയിക്കാൻ 1-2 മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ വിചാരിച്ച മാർക്ക് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികളുമാണ് റീവാല്യുവേഷൻ കൊടുക്കുന്നത്. അല്ലാത്ത വിദ്യാർത്ഥികളും കൊടുക്കും, പക്ഷേ കൂടുതലായും ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കൊടുക്കാറ്. അതായത് ഇപ്പം 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്കൊരു 16 മാർക്ക് ജയിക്കാൻ വേണം. അപ്പോൾ നിങ്ങൾക്കൊരു 15 ഒരു 14 15 ഒക്കെ കിട്ടി, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ തോറ്റുപോയി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ റീവാല്യുവേഷൻ കൊടുക്കും. കാരണം 1 മാർക്കോ 2 മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ ആ വിഷയത്തിൽ പാസ്സായി പോകും. വീണ്ടും സപ്ലി എഴുതാൻ പോയി കഴിഞ്ഞാൽ ആദ്യമേ 16 ഞാൻ എഴുതിയെടുക്കണം. അതിലും ഭേദം 1-2 മാർക്ക് കൂടിക്കഴിഞ്ഞാൽ ഇനിയും പോയി പരീക്ഷ എഴുതണ്ടല്ലോ. അങ്ങനെ എഴുതി റീവാല്യുവേഷൻ കൊടുക്കും. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ എക്സാമിൽ ഒരു 35 മാർക്ക് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ നിങ്ങൾക്ക് വെറും ഒരു 25 മാർക്കാണ് കിട്ടിയത്. ഈ ഒരു 25-30 കിട്ടിയത്. നിങ്ങൾ വിചാരിച്ചതിനെ കഴിഞ്ഞും 5 ടു 10 മാർക്ക് നിങ്ങൾക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലല്ലോ ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടണം, ഇത്രയും മാർക്ക് പോരാ, പേപ്പർ നോക്കി അധ്യാപകൻ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാല്യുവേഷൻ കൊടുക്കാം. റീവാല്യുവേഷൻ കൊടുക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് മാർക്ക് കൂടും എന്നുറപ്പുണ്ടെങ്കിലേ റീവാല്യുവേഷൻ കൊടുക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. 780 രൂപയും കണ്ടാണ് റീവാല്യുവേഷൻ്റെ ഫീസ്. നിങ്ങൾ ഈ 780 രൂപ അടച്ച് റീവാല്യുവേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മാർക്ക് കൂടും എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാല്യുവേഷൻ ഇസ് എ ബെറ്റർ ഓപ്ഷനാണ്. മാർക്ക് കൂടുമെന്നുറപ്പുണ്ടെങ്കിൽ റീവാല്യുവേഷനിൽ മാർക്ക് കൂടിയാൽ അടച്ച പൈസ തിരിച്ചു കിട്ടും. ഏതാണ്ട് 8 ടു 10 മാർക്ക് നിങ്ങൾക്ക് കൂടണം. 8 ടു 10 മാർക്ക്
നിങ്ങളുടെ മുമ്പുള്ള വാല്യുവേഷനിൽ നിന്നും 8 to 10 മാർക്ക് കൂടണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ 30 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ 30 മാർക്ക് ഉണ്ടായിരുന്നു. 40 മാർക്കിൻ്റെ എക്സാമിൽ 30 മാർക്ക് നിങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത റീവാലുവേഷൻ നടത്തുമ്പോൾ ഈ 30 പ്ലസ് 8-10 കൂടണം. 8-10 കൂടുമെന്ന് പറയുമ്പം ഒരു 38 അല്ലെങ്കിൽ 40 തന്നെ എന്ത് ചെയ്യണം, ആ വിദ്യാർത്ഥിക്ക് ആവണം. അതായത് നിലവിൽ എത്ര മാർക്കായിരുന്നോ റീവാലുവേഷന് മുമ്പുണ്ടായിരുന്നത്, അതായത് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ആ റിസൾട്ടിൽ ലഭിച്ച മാർക്കിൽ നിങ്ങൾ സ്റ്റാറ്റിഫൈഡ് അല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ കൊടുക്കുമ്പം നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ള റിസൾട്ടിൽ എത്ര മാർക്കാണോ ഉണ്ടായിരുന്നത് ആ റിസൾട്ടിനെ കഴിഞ്ഞും ആ റിസൾട്ടിൻ്റെ മാർക്ക് പ്ലസ് 8 to 10 മാർക്ക് നിങ്ങൾക്ക് അധികരിക്കണം. ആ റിസൾട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന റിസൾട്ടിൻ്റെ മാർക്ക് 30 നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന റിസൾട്ട് 30 ആ 30 കഴിഞ്ഞും എന്ത് ചെയ്യണം, മാർക്ക് 8 to 10 അധികരിക്കണം. ചുരുക്കി പറഞ്ഞാൽ 30 വിദ്യാർത്ഥിക്ക് 40 ആകണമെന്ന് തന്നെ ചുരുക്കം. അങ്ങനെയെങ്കിൽ അടച്ച പൈസ റീഫണ്ട് കിട്ടും. ഇനി അതിൽ കുറവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഗ്രേഡിൽ വേരിയേഷൻ ഉണ്ടാകും, ഗ്രേഡ് അപ്ഡേറ്റ് ആകും, പക്ഷേ അടച്ച പൈസ തിരിച്ചു ലഭിക്കുന്നതല്ല. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മൈ നെയിം ഈസ് കറിത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.